സുനിൽ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. കേരളത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏറ്റവും പ്രമാദമായ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാർ കേന്ദ്രമാക്കി നടന്ന പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് എന്ന് നിക്ഷേപകരായ പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. ഏതാണ്ട് 30,000 നിക്ഷേപകരാണ് ഈ തട്ടിപ്പിന് ഇരയായത്. ഏതാണ്ട് 3,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ തട്ടിപ്പിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിക്ഷേപകർക്ക് അറിവുള്ളതാണല്ലോ. ഈ തട്ടിപ്പിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ വഴി നിക്ഷേപകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യവുമുണ്ട്. 2 ദിവസം മുമ്പ് പത്രപരസ്യം വഴി ചില വാർത്തകൾ നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കേരളത്തിലെ എല്ലാ അഡീഷണൽ ജില്ലാ കോടതികളും ഈ കേസിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി, അതായത് ജില്ലാ കളക്ടർമാരെ കൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറോ ഗവൺമെന്റ് പ്ലീഡറോ മുഖാന്തരം ഈ കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ താൽക്കാലികമായി അറ്റാച്ച് ചെയ്തത് സ്ഥിരമാക്കാൻ, അതായത് അബ്സല്യൂട്ടാക്കാൻ വേണ്ടിയുള്ള പത്രപ്രവേശനമാണ് കണ്ടത്. 2022 കോമ്പിറ്റന്റ് അതോറിറ്റി ജില്ലാ കളക്ടർമാരെ കൊണ്ട് ഈ കേസ് കൊടുപ്പിച്ചത്. അന്നത്തെ ബഡ്സ് കോർട്ട് എല്ലാ ജില്ലകളിലുമുള്ള അഡീഷണൽ ജില്ലാ കോടതിയായിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ പേരിലുള്ള പരസ്യമാണ് പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയത്. പത്തനംതിട്ട ജില്ലയിലുള്ള പോപ്പുലർ ഫിനാൻസിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അബ്സല്യൂട്ട് ആക്കാനാണ് ഈ നീക്കം വഴി ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എതിർ കക്ഷികൾക്ക്, അതായത് പോപ്പുലർ ഉടമകളായ അതിൻ്റെ MD റോയി എന്ന വിളിപ്പേരുള്ള തോമസ് ഡാനിയൽ, അയാളുടെ ഭാര്യ പ്രഭ തോമസ്, റോയിയുടെ മക്കളും കമ്പനിയുടെ ഡയറക്ടർമാരുമായ ഡോക്ടർ റിനു മറിയം തോമസ്, ഡോക്ടർ റിയ ആൻ തോമസ്, റേബ മേരി തോമസ് എന്നിവരുടെ കൊച്ചിയിലും ഡോക്ടർ റിയയുടെ മലപ്പുറം നിലമ്പൂരുമുള്ള വിലാസത്തിലാണ് എതിർകക്ഷികളാക്കി പരസ്യം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. പോപ്പുലർ ഫിനാൻസിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ജപ്തി ചെയ്തിട്ടുള്ള, അതുപോലെ ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുള്ള സ്വർണം, ക്യാഷ്, വാഹനങ്ങൾ, അതുപോലെ കോമ്പിറ്റന്റ് അതോറിറ്റിയും അസിസ്റ്റന്റ് കോമ്പിറ്റന്റ് അതോറിറ്റി എന്നിവർ ജപ്തി ചെയ്തിട്ടുള്ള വസ്തുവകകൾ എന്നിവ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ക്രമങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൊവിഷണലായി, അതായത് താൽക്കാലികമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള മേൽപ്പറഞ്ഞ പ്രോപ്പർട്ടികൾ അബ്സല്യൂട്ട് ആക്കുന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ 2024 ജൂലൈ മാസം 30 പകൽ 11 മണിക്ക് മുമ്പ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 3 നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ എത്തി ബോധിപ്പിക്കണം എന്നും പരസ്യത്തിൽ പറയുന്നു. അല്ലാത്ത വർഷം ആർക്കും തർക്കമില്ല എന്ന് തീർപ്പാക്കി കോടതി ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ ലേലം ചെയ്യുന്നതിന് കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഉത്തരവ് നൽകുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നടപടിക്രമങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിൽ നടക്കേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ കേസിൽ ബഡ്സ് കോടതി ആലപ്പുഴയിലെ ജില്ലാ കോടതി സമുച്ചയത്തിൽ രൂപീകരിക്കുന്നതിന്, അതുപോലെ 9 സ്റ്റാഫുകളെ നിയമിക്കുന്നതിനും കേരള മന്ത്രിസഭ ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനമെടുത്തിരുന്നു എന്ന് നിക്ഷേപകർക്ക് അറിയുള്ള കാര്യമാണല്ലോ. ഏതാണ്ട് 150 കോടി രൂപയുടെ റവന്യൂ വാല്യൂള്ള സ്വത്തുക്കളാണ് കോമ്പിറ്റന്റ് അതോറിറ്റി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇതിൽ തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുന്ന ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലാണ് പോപ്പുലർ ഫിനാൻസിന്റെ കസ്റ്റഡിയിലുള്ള ആഡംബര വാഹനങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവ ഏതാണ്ട് തുരുമ്പെടുത്ത് നശിച്ചുപോയ ജീർണാവസ്ഥയിലുമാണ്. നിരവധി ബാങ്കുകൾ, അതുപോലെ KSEB, വാട്ടർ അതോറിറ്റി, അതുപോലെ നിരവധി സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ പോപ്പുലർ ഫിനാൻസ് വാടകയ്ക്ക് കൊടുത്ത നിരവധി കെട്ടിട ഉടമകൾ, അതുപോലെ നിരവധി നിക്ഷേപകരൊക്കെ ഈ വസ്തുവകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്.
കൺസ്യൂമർ കോടതി മുഖേനയുള്ള അറ്റാച്ച്മെൻറ്റുകൾ വേറെയുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് പോപ്പുലറിൻ്റെ സ്വത്തുക്കൾ 90% സ്ഥിതി ചെയ്യുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഈ കേസിൻ്റെ ബഡ്സ് കോടതിയുടെ സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററായി കോടതി നിയമിച്ചിരിക്കുന്നത്. അതുപോലെ പോപ്പുലർ ഫിനാൻസിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും വിവിധ കോടതികളിൽ നടന്നു വരികയാണെന്നും നിക്ഷേപകർക്ക് അറിയാമല്ലോ. നിക്ഷേപകരുടെ പ്രധാന സംഘടനയായ പോപ്പുലർ ഫിനാൻസ് ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ, അതായത് PFDA, ഇതിനകം തന്നെ ഹൈക്കോടതിയിലും അതുപോലെ എറണാകുളത്തുള്ള CBI കോടതിയിലും പ്രമുഖ അഭിഭാഷകർ വഴി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ഉടമ തോമസ് ഡാനിയലിൻ്റെ ജാമ്യം റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടുത്ത കേസിലും PFDA കക്ഷി ചേർന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകനെ PFDAക്ക് വേണ്ടി ഹാജരാകാൻ ഏർപ്പാടാക്കിയിട്ടുമുണ്ട് എന്നും നിക്ഷേപകർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ ഈ കേസിൻ്റെ നടത്തിപ്പിനായി ഒരു വക്കീൽ കൂട്ടായ്മയായ PGIA, അതായത് പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷനും കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 90ഓളം നിക്ഷേപകരാണ് ഇതുവരെ ഈ കേസിൽ പോപ്പുലർ ഫിനാൻസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മെ വിട്ടു പോയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ആകെ നടന്ന വലിയൊരു തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. ഇതിൻ്റെ ഉടമകൾ നിക്ഷേപകരിൽ നിന്നും ഏതാണ്ട് 279 ബ്രാഞ്ചുകൾ രൂപീകരിച്ചാണ് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ബ്രാഞ്ചുകളിട്ട് നിക്ഷേപകരിൽ നിന്നും അവരെ നിക്ഷേപം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവർ വിദേശ രാജ്യങ്ങളിൽ, ദുബായ്, UAE അഥവാ ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ് ഈ പണങ്ങളെല്ലാം അവരെ കടത്തിക്കൊണ്ടിരുന്നത്. അവർ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഡൽഹി എയർപോർട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് നിക്ഷേപകരുടെ പണം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ എടുക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.